എടാ ഷിബു, അയ്യോ അമ്മൂമ്മ, അമ്മൂമ്മ എന്നെ അനുഗ്രഹി. അയ്യോ അമ്മൂമ്മ, ഞാൻ അവിടെ നടന്നു വരുന്നത് നീ കണ്ടില്ല? അയ്യോ അമ്മൂമ്മ, സത്യമായിട്ട് ഞാൻ അമ്മൂമ്മ അവിടെ നിന്ന് പറഞ്ഞ കണ്ടില്ലേ? നിങ്ങൾ നമ്മള് കണ്ടില്ലേ? കണ്ടില്ല അമ്മൂമ്മ. നിന്നെ പോലെ കള്ളന്മാരല്ലേ അവന്മാരും? അയ്യോ ഞാൻ നടന്നു വരുന്നത് നീ കണ്ടോ ഇല്ലയോ? സത്യമായിട്ട് അമ്മൂമ്മ കണ്ടില്ല, ഞാൻ കണ്ടില്ല, സത്യമായിട്ടും കണ്ടില്ല. എനിക്ക് നിന്നോട് ഇടയ്ക്ക് ഒരു ഇച്ചിരി സ്നേഹമൊക്കെ വന്നതായിരുന്നു. അത് നീയായിട്ടില്ലാതാക്കി കളഞ്ഞു. എനിക്കും അമ്മൂമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, അതും അമ്മൂമ്മ ഇല്ലാതെ കളയരുത്. എന്തോ നീ പറഞ്ഞ ഇല്ലാതാക്കി കളയരുന്നു? നിന്റെ സ്നേഹം ആർക്ക് വേണം? അമ്മൂമ്മേ, ഞാൻ അമ്മൂമ്മയെ കണ്ടതേ എന്റെ മരിച്ചോയ അമ്മൂമ്മയെ പോലെയാ, അറിയോ? നീ മരിച്ചുപോയ അമ്മൂമ്മയെ പോലെ നീ എന്നെ കാണണ്ട. ഓ, ഇപ്പൊ ഞാൻ ആരും അല്ലല്ലോ. എടാ നിർത്തടാ നിന്റെ അടവും അഭ്യാസവും ഒക്കെ. എടാ, അങ്ങനെ നിനക്ക് സ്നേഹമുള്ളവനായിരുന്നെങ്കിലേ ഞാൻ അവിടുന്ന് വെയിലും കൊണ്ട് നടന്നു വരുന്നത് നീ കണ്ടതാന്നല്ലോ. അന്നേരം നീ എന്നോട് ചോദിക്കത്തില്ലയോ അമ്മൂമ്മ എവിടെ പോയതാ, എന്തിനു പോയതാ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവായിരുന്നോടാ? അതാണോ പ്രശ്നം? അത് ഞാൻ ഇപ്പൊ തരാം. അമ്മൂമ്മ എവിടെ പോയതാ, എന്തിനു പോയതാ, വല്ലതും കഴിച്ചാ? ഒന്നാങ്ങ് വെച്ചേരും കേട്ടാ. എന്റെ പിള്ളേര് പറഞ്ഞത് ശരിയാടാ. നീ ഒരു കള്ളനാ, നീ ഒരു ദ്രോഹിയാ, നീ ഒരു കാലത്ത് നന്നാവത്തില്ലടാ. അമ്മൂമ്മേ, എന്താന്ന് അമ്മൂമ്മ? ഞാൻ മാത്രമൊന്നുമില്ല, അമ്മൂമ്മ പിള്ളേര് എന്നെ നല്ലോണം ദ്രോഹിച്ചിട്ടുണ്ട്. എന്റെ പിള്ളേർ നിന്നെ എന്തോ ദ്രോഹിച്ചിട്ടുണ്ടാ? കണ്ണി കണ്ടെടുത്ത് അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് അടിച്ച് ഇടിച്ച് ഓട്ടിച്ച്. എന്തിനാ നിന്നെ അടിച്ചിട്ടുള്ളത്? അത് എന്റെ സ്നേഹത്തിന്റെ ഇത് കൊണ്ടാണ്. എന്തോന്ന് സ്നേഹം? നീ എന്തോടാ തല കുമ്പിട്ടിരിക്കുന്നേ? ഇത് ബഹുമാനം കൊണ്ടാ. നിന്റെ ബഹുമാനമൊന്നും എനിക്ക് വേണ്ട. വേണ്ട. നിന്റെ കാര്യത്തിലേ എന്റെ പിള്ളേരൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഞാനൊരു തീരുമാനത്തിലെത്തും. ഓഹോ, ഭീഷണിയാണ്. ആ ഭീഷണിയാ. നീ എന്തോ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? അങ്ങനെ നീ ആള് കൊള്ളാമല്ലോടാ. അമ്മൂമ്മയെന്ന് പറഞ്ഞോണ്ട് നിന്നിട്ടേ നീ ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നോ? ഭീഷണി. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ഫ്യൂഡൽ കുടുംബം. എന്റെ കുടുംബത്തെ പറഞ്ഞോണ്ട് എന്റെ വായിരിക്കുന്ന പോലെ നീ കേൾക്കും കേട്ടോ. കേട്ടാ, നിന്റെ നടപ്പും ശരിയല്ല, നിന്റെ വർത്തമാനവും ശരിയല്ല. ഇങ്ങനാണ് നിന്റെ പോക്കെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഞാനാ പറഞ്ഞ ചോനർത്തല ഭവാനിയാ പറയുന്നേ. അഹങ്കാരി, എനിക്ക് വെച്ചിട്ടുണ്ടാ. നീ അങ്ങോട്ട് വാ കേട്ടോ, നിന്നെ ഞാൻ കാണിച്ചരാ. എന്റെ പിള്ളേരല്ല, ഞാൻ കാണിച്ചരാ നിനക്ക്. അമ്മൂമ്മ എന്താ അമ്മൂമ്മ മേലെ നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. നീ മുടിഞ്ഞു പോകത്തല്ലടാ. ഒറ്റ ഒരെണ്ണം വെച്ചരും കേട്ടാ. പോവരുത്. എന്തോടാ പറഞ്ഞിട്ട് പോയത്? അളിയാ, അമ്മൂമ്മനെ കണ്ടപ്പോ നിനക്കൊന്ന് സംസാരിച്ചൂടായിരുന്നാ?